ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് നമ്മുടെ ഇലന്തൂർ സേവാഭാരതിയിലാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സേവാഭാരതിയിൽ ഇങ്ങനൊരു, അതായത് എല്ലാവർക്കും ഒരു ഇൻഷുറൻസ് എന്നൊരു പദ്ധതി ചിന്തിക്കാനും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനും സാധിച്ച സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മുടെ 2015 തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് PMJJBY, അതായത് ജീവൻ ജ്യോതി ബീമ യോജന എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും ഈ പദ്ധതിയിൽ തന്നെ അംഗമായിട്ടുള്ളവരായിരിക്കും. അല്ലാത്തവർ അടുത്ത ദിവസം തന്നെ നമ്മൾ ബാങ്കിലോ നമുക്ക് പോസ്റ്റ് ഓഫീസിലോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് തിരക്കണം. നമ്മളെ ഈ 436 രൂപ കട്ട് ചെയ്യുന്ന ഈ പദ്ധതിയിൽ ഞങ്ങൾ അംഗമാണോ, അല്ല എങ്കിൽ നമ്മൾ അതിൽ നിന്ന് ചേരണം. കാരണം ഇതൊരു 2 ലക്ഷം രൂപയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നതാണ്. നമ്മുടെ 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിൽ ചേരാവുന്നതാണ്. ഇതിൽ ചേർന്ന വ്യക്തിക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്, അതായത് നോമിനി വെച്ചിരിക്കുന്ന ആളുടെ പേരിലേക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. ഇതിന് ഒത്തിരി പേപ്പർ വർക്കുകളൊന്നുമില്ല. അതായത് ആളുടെ മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും നോമിനിക്കുള്ള ലയബിലിറ്റീസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ഈ 2 ലക്ഷം രൂപ നോമിനിയുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ ഒരു പദ്ധതിയും കൂടെ അതോടൊപ്പം തന്നെ ഉണ്ട്, PMSBY. ഇത് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ്. അതിന് വെറും 20 രൂപ മാത്രമേ ചിലവാകുന്നുള്ളൂ ഒരു വർഷത്തിൽ. അത് 70 വയസ്സ് വരെയുള്ള ഒരാൾക്ക് ഈ പോളിസിയിൽ അംഗമാകാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഒരു അപകടം മൂലം ഉണ്ടാകുന്ന മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് നോമിനിക്ക് 2 ലക്ഷം രൂപ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അത് ഏത് ബാങ്ക്, ഇതിൻ്റെ അകത്ത് പോളിസി എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്ന് ബാങ്ക്, പിന്നുള്ളത് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഈ പോളിസി നിലവിൽ ലഭിക്കുന്നുണ്ട്. ഇത് എടുത്തിട്ടില്ലാത്തവർ ഇനി നമ്മുടെ ഇടയിലുണ്ടാവാം. ഇത് അറിഞ്ഞിട്ട് ഇല്ലായിരിക്കാം, എന്നാലും അറിഞ്ഞിട്ടില്ല, സാരമില്ലല്ലോ, ഇനി ഭാഗം എടുക്കാം. പക്ഷേ ഇത് നമുക്ക് വേണ്ടി മാത്രമായിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഒരു പദ്ധതി ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടി ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഉള്ള സാമൂഹിക സുരക്ഷകൾ വരുന്ന എല്ലാ പോളിസികളും നമ്മൾ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത തന്നെയാണ്. ഇന്നിവിടെ ഞാൻ പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഒരു രാസ്ത അബദ് കവച് പോളിസി ഉണ്ട്. അത് RAK എന്നാണ് ഇതിന് ഷോർട്ട് ഫോം പറയുന്നത്. ഇതിൻ്റെ തുടക്കകാലത്ത് ഇത് ഒരു റോഡ് ആക്സിഡൻറ്റ് പോളിസി മാത്രമായിരുന്നു. റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു ചികിത്സാ സഹായം നൽകുക എന്നുള്ള ഒറ്റ ധാരണയോടുകൂടി നിർമ്മിച്ച പോളിസിയാണ്. അതിന് അന്ന് ആ കാലത്ത് റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ മാത്രമായിരുന്നു കവർ ചെയ്യുക. ഈ അപകടങ്ങൾ റോഡിൽ തന്നെയാണ് ഉണ്ടായതെന്നുള്ള സ്ഥിരീകരിക്കുന്നതിന് പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും ഉണ്ടായതിന് ശേഷം ഈ പോളിസി വീണ്ടും റിവൈസ് ചെയ്ത സമയത്ത് അപകടം, അതായത് ഏതൊരു അപകടവും 24 മണിക്കൂറിൽ ഉണ്ടാകുന്ന, നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന അപകടങ്ങൾ, നമ്മുടെ അല്ലാത്ത യാത്ര ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങളും കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഈ പോളിസി മാറ്റിയിട്ടുണ്ട്. അപകടങ്ങൾ ഏതൊക്കെ തരമാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന, അതായത് നമ്മൾ ചിന്തിക്കാതെ ഇരുന്നുണ്ടാകുന്നൊരു കാര്യം ആണ് അപകടങ്ങൾ. തെന്നി വീണു, മറിഞ്ഞു വീഴുക, പട്ടിയിടിക്കുക, പാമ്പ് കടിക്കുക, അല്ല മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് വീഴുക, കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്ന് വീഴുക, സ്ലിപ്പാകുക, ബാത്റൂമിൽ തെന്നി വീഴുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അപകടത്തിന് നമുക്കൊരു ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ടി വന്ന് ഒരു 24 മണിക്കൂറോ അതിൽ കൂടുതലോ സമയം നമ്മൾ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കേണ്ടി വന്നാൽ ആ വരുന്ന ചിലവ് വഹിക്കാവുന്നതാണ് ഈ പോളിസി. ഇതിനകത്ത് 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് ചിലവ് ലഭിക്കും. 1 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്നതിന് 360 രൂപയും, 2 ലക്ഷം രൂപയ്ക്ക് 720, 3 ലക്ഷം രൂപയുടെ കവറേജ് ആണെങ്കിൽ 1080, അത് 5 ലക്ഷം രൂപയിലേക്ക് മാറുമ്പോൾ 1800, 10 ലക്ഷം രൂപയ്ക്ക് ആകുമ്പോൾ 3600 രൂപയും ഇതിന് വരുന്ന പ്രീമിയം. അല്ല 79 വയസ്സുള്ള ഒരു വ്യക്തി എടുത്താൽ ഇത് പുതുക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടാവും. ഇത് നമ്മൾ കാലാവധി തീരുന്നതിന് മുമ്പ് 30 ദിവസം മുമ്പ് ആണ് നമുക്കിത് പുതുക്കാൻ സാധിക്കുക. കാലാവധിക്ക് അത് തലേ ദിവസം വേണമെങ്കിലും പുതുക്കാം. അങ്ങനെ പുതുക്കുന്ന വർഷം ഈ ആൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാളും ഈ പോളിസി പുതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഗുണം. അതുകൊണ്ട് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാരിൽ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇതിനകത്ത് പല ആൾക്കാരും ഇനിയും വരാത്തവരുണ്ട്, അറിയാത്തവരുണ്ട്. നമ്മളിരിക്കുന്നതിൽ പലരും അത് ചെന്ന് പറയുമ്പോൾ അവരും എടുക്കാൻ ഇനിയും സന്നദ്ധ കാണിക്കുകയോ, ഇങ്ങനൊരു ക്യാമ്പ് നടന്നിരുന്നു, നമുക്ക് എടുക്കാൻ സാധിച്ചില്ല, ഇനി അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സേവാഭാരതിയായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിനെയും ഒരു 5-10 പേരുണ്ടെങ്കിലോ 10-20 പേരോ 10-50 പേര് വന്നാൽ നമുക്ക് ഈ പോളിസി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട്
അത് ഈ എലന്തൂർ സേവാഭാരതിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും. ഇനിയും ഇത് പുതുക്കേണ്ട സമയത്ത് അങ്ങനെയുള്ള സംശയങ്ങൾ വരാം. നമുക്ക് ഈ പോളിസി ഇനി എടുത്തു പോയി ഇനി ഇത് പുതുക്കാൻ പറ്റുമോ? പുതുക്കാൻ സാധിക്കും. പുതുക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഓഫീസ് മുഖാന്തരം പുതുക്കാം. ഇല്ലെങ്കിൽ ഈ പോളിസി തന്നെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിന് മുഖാന്തരം പുതുക്കാം. ഇല്ലെങ്കിൽ സേവാഭാരതിയുമായിട്ട് ബന്ധപ്പെട്ടാലും ഇവർ അതിനുള്ള സഹായം ചെയ്തു തരും. ക്ലെയിമിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ നമ്മൾ പോളിസി എടുത്തു കഴിയുമ്പോൾ ഇനി ക്ലെയിം എങ്ങനെ ഇത് കിട്ടും, എങ്ങനെയാണ് ഇത് ക്ലെയിമിലേക്ക് വരിക, നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ? ഈ പോളിസിയിൽ തന്നെ നമ്മൾ തരുന്ന പോളിസിയിൽ തന്നെ 2-3 നമ്പർ ഉണ്ട്. നമ്മുടെ ഓഫീസിൻ്റെ നമ്പറുണ്ട്, ക്ലെയിം സെൻ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ഒരു അഡ്വൈസറുണ്ട്, അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്. ഈ നമ്പറിൽ ഏതെങ്കിലും ബന്ധപ്പെടുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ശേഷം വന്ന് ഡിസ്ചാർജ് സമ്മറി, ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷന്, പിന്നെ ബില്ലുകൾ, ഫാർമസി ബില്ലുകൾ, എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, അതായത് ഇതിനാവശ്യമായ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ട് അതോടൊപ്പം തന്നെ പാൻ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ്, ഇത്രയും നമ്മൾ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം സമയമാണ് പറയുന്നതെങ്കിലും ഒരു 20-25 ദിവസത്തിനകം ഇപ്പം നിലവിൽ ക്ലെയിം കിട്ടുന്നുണ്ട്. ഇതോടൊപ്പം നമ്മുടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഡെത്ത് പോളിസി, അതായത് അപകടം മൂലം ഉണ്ടാവുന്ന ഡെത്തിന് ഒരു 5 ലക്ഷം രൂപയുടെ കവറേജും ലഭിക്കുന്നതാണ്. ആ പോളിസി കൂടി നമ്മൾ ഇതോടൊപ്പം ഇവിടെ നൽകുന്നുണ്ട്. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഏതൊരു ആപത്ഘട്ടത്തിലും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ്റെ ഭാഗമാകൂ. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ്റെ ഭാഗം ആകാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഈ എലന്തൂർ സേവാഭാരതിയുടെ ഫേസ്ബുക്ക് പേജും നമുക്ക് ഇവിടെ QR കോഡിലുണ്ട്. ഇതിലും നമ്മൾ ഒന്ന് സ്കാൻ ചെയ്ത് ഈ വരുന്ന സേവാപ്രവർത്തനങ്ങളിലെ ഉള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാനും ഉള്ള ഒരു വഴി കൂടിയാണ് ഈ ഫേസ്ബുക്ക് പേജ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സേവാ സമർപ്പൺ എന്നൊരു പദ്ധതിയുണ്ട് സേവാഭാരതിയുടെ. നമ്മുടെ ഒരു ദിവസം 1 രൂപ എന്നുള്ള കണക്കിൽ 365 രൂപയെങ്കിലും മിനിമം ഒരു വർഷം സേവന പ്രവർത്തനത്തിന് വേണ്ടി നൽകാവുന്നതാണ്. അതിനായിട്ട് ഉള്ള അടുത്ത QR കോഡുണ്ട്. ഇത് നമ്മൾക്കൊന്ന് സ്കാൻ ചെയ്ത് ഇതിൽ അംഗമാകാവുന്നതാണ്.